മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി നേതാവ് ബി. ഗോപാലകൃഷ്ണൻ. എന്റെ പൊന്നു ദൈവമേ, വീണ്ടും എത്തിയല്ലോ ഒട്ടകഞ്ഞി. സോറി, നമ്മുടെ ഗോപാൽജി. ലോകം മുഴുവൻ സംരക്ഷിക്കുന്ന നമ്മുടെ ദൈവത്തെ സംരക്ഷിക്കുന്ന ജോലിയാ ഗോപാൽജിക്ക് കൂടുതൽ ഇഷ്ടം. എന്തായാലും ഗോപാൽജി പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ. മുഖ്യമന്ത്രി 6 മണിക്ക് ശേഷം ഏതാണ്ട് 8:30 മണിയോട് കൂടിയിട്ട് VIP ദർശനം ഒഴിവാക്കിയിട്ടുള്ള സമയത്ത് പൊതുസമൂഹത്തെ പൊതുജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് VIP ദർശനം നടത്തി എന്നുള്ളതാണ്. ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല. ടിക്കറ്റ് എടുത്തിട്ട് കയറണം. 1000 രൂപയുടെ ടിക്കറ്റ്. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്. കേട്ടോളാം. ഒരു ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ ആ ക്ഷേത്രത്തിൽ ഷർട്ടും ബനിയനും, സാധാരണ ശബരിമല ഒഴിച്ച് തൃപ്രയാർ അടക്കമുള്ള ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ ഒരു വസ്ത്രധാരണമെന്ന് പറഞ്ഞാൽ ഷർട്ടും ബനിയനും ഊരണം എന്നുള്ളതാണ്. അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ലേ? മണ്ടത്തരം പറയല്ലേന്ന് പറയുന്നില്ല, അതല്ലേ പറയൂ. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം ഹൈക്കോടതി വിധികളുണ്ട്. ഒരു മാറ്റവും ഇല്ലല്ലോ. കേട്ടല്ലോ. അതെ, പുള്ളിക്കാരൻ പറയുന്ന എല്ലാ കാര്യവും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷെ ഒരൊറ്റ ചോദ്യം, ഇന്ന് രാജ്യത്ത് പെട്രോളിന് പൊതുജനത്തിന്റെ കൈ പൊള്ളിച്ച് 2 ആഴ്ചക്കിടെ 4ാം തവണയും രാജ്യത്ത് ഇന്ധനവില കൂട്ടി. പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് കൂട്ടിയത്. അത് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാ. പക്ഷെ ഗോപാൽജി അത് ബാധിക്കുന്നില്ല. സാധനങ്ങളുടെ വില കൂടി, അതും പുള്ളിക്കാരനെ ബാധിക്കുന്നില്ല. പുള്ളിക്ക് ദൈവത്തെ സംരക്ഷിക്കാനാ സമയം. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു ആന ഇറങ്ങിയെന്ന് കേട്ടു. അത് നമ്മുടെ ഗോപാൽജിയുടെ പരിസരത്തൊക്കെ ചെന്നെന്നാ കേട്ടത്. ചിലപ്പോ ദൈവത്തെ സംരക്ഷിക്കുന്നോണ്ട് അനുഗ്രഹം വാങ്ങാൻ ചെന്നതായിരിക്കും. എന്തായാലും ഗോപാൽജി ഒരു ഡയലോഗ് പറഞ്ഞ സമയത്ത് ഒന്ന് കേട്ടു നോക്കിക്കേ. ഈ ആന വിരളുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഈ നാട്ടുകാർ ബഹളം വെക്കുമ്പോഴാണ് ആന ഒപ്പത്തിനൊപ്പം ബഹളമാവുന്നത്. നാട്ടിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ബഹളം വെക്കും. ഒരു ആന വരണ്ടു പോകുമ്പോൾ ആളുകൾ വരും. പക്ഷെ അവരെ തടഞ്ഞു നിർത്തി സേഫാക്കാൻ നിർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാവണ്ടേ? കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ നാട്ടുകാരൊക്കെ പേടിച്ചിരിക്കും. പിന്നെ പേടിക്കാതിരിക്കോ? എന്താ ഈ പറയുന്നത്? എല്ലാവരും പേടിക്കൂല. എൻ്റെ വീട്ടിലെ പണി നടക്കുന്ന സ്ഥലത്തെ തൊഴിലാളികളുടെ 5 മോട്ടോർ സൈക്കിളാണ് തകർത്തിരിക്കുന്നത്. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞതോടെ പുള്ളിക്കാരൻ വീടൊക്കെ പുതുക്കി പണിയാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് താണ്ട് ഈ സീൻ ഓർമ്മ വന്നത്. ഇതാണോ ലോനപ്പന്റെ വീട്? നല്ലൊരു പഞ്ചായത്ത് മെമ്പറാ. പഞ്ചായത്ത് പാലത്തിന്റെ പണിയും വീടിന്റെ പണിയും ഒരുമിച്ചാ കഴിഞ്ഞത്. പാലം ഇന്നലെ പൊളിഞ്ഞു, വീട് നല്ല ഉറപ്പാ.